എഡി ക്രിയേറ്റീവ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറെ ആളുകൾ ഞാൻ എത്തിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഈ പറക്കുളം തോട്ടയ്ക്കാട് റോഡ് മൊത്തം കുണ്ടും കുഴിയായി ചെളിയും വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ഈ മഴക്കാലത്ത് ആളുകൾക്ക് പോകാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി ഇന്ന് ആളുകളുടെ അഭിപ്രായം എന്താണ്? ഈ റോഡ് വഴി നടന്നു വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയുള്ള അഭിപ്രായം എടുക്കാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. മഴക്കാലത്ത് ഈ റോഡിനെ പറ്റിയുള്ള റോഡിന്റെ അവസ്ഥ എന്തുവാണ്? മഴക്കാലത്ത് നമുക്ക് നടക്കാൻ പറ്റൂല. നടക്കാൻ വയ്യ, ഇതിലേ നടക്കാൻ വയ്യ. അവിടെ പഞ്ചായത്ത് പറഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കിക്കണം കേട്ടാക്കളെ. അത് മാത്രമല്ല, ഈ കാലാവസ്ഥ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോൾ അവസ്ഥ എന്തുവാണ്? മഴക്കാലാകുമ്പോ ഇവിടെ കുളം കണക്കാവും. ഈ സമയങ്ങളിൽ ആളുകൾക്ക് ഈ വഴി പോകാൻ തന്നെ മടിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ചെളി കൂടി കിടക്കുന്നത് കൊണ്ടാണ് അവർ ഇതുവഴി പോകാൻ മടിക്കുന്നത്. ഈ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇതാണ്. വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. വെള്ളക്കെട്ടിന്റെ പുറത്തുകൂടെയാണ് കുട്ടികളും മുതിർന്നവരും പ്രായമായവരും എല്ലാവരും ഈ സഞ്ചരിക്കുന്നത്. വർഷങ്ങളായിട്ട് പഞ്ചായത്തിനോട് പറയുന്നതും നിവേദനം കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതുവരെയും അതിന് യാതൊരു പരിഹാരവും ഉണ്ടായില്ല. ഇനി വരും വർഷങ്ങളിലെങ്കിലും എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാ ആഗ്രഹം. ധാരാളം കുഞ്ഞുങ്ങളും വയസ്സായവരും എല്ലാവരും ഇതുവഴി നടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കും. സോഷ്യൽ മീഡിയ വഴി ഈ വീഡിയോ പങ്കുവയ്ക്കുന്ന ഞാനും 2 തവണയായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് വീണിട്ടുണ്ട്. അതിനാൽ ഉടൻ തന്നെ പഞ്ചായത്ത് ഈ പ്രശ്നം പരിഹരിച്ച് ഉടൻ തന്നെ ഇവിടെ കോൺക്രീറ്റ് ഇടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറ്റി ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത്? ഈ റോഡ് ഒരിക്കലും നന്നാക്കത്തില്ല. പഞ്ചായത്തിന്റെ കുറ്റമാണെന്നാണ് പറയുന്നത്. പഞ്ചായത്തിന്റെ കുറ്റം. ഒരു ആവശ്യ സമയത്ത് ഇതുവഴി ആൾക്കാർക്ക് പോകാൻ പോലും പറ്റുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇല്ല, സ്കൂളിലെ പിള്ളേരൊന്നും ഇതുവഴി പോണില്ല. ഇപ്പൊ ആരും പോണില്ല. രാവിലെ പോകാനൊരു ഭയമാണ്. കാര്യം യൂണിഫോം നനഞ്ഞു പ്രൈവറ്റ് സ്കൂൾ തുടങ്ങിയവർക്ക് സൈക്കിളിൽ വരുന്ന കുട്ടികൾ വെള്ളത്തിൽ വീഴുന്നുണ്ട്. അപ്പൊ തിരിച്ച് സ്കൂളിൽ പോകാതെ തിരിച്ചു പോകണ്ട. ഓഫീസിൽ പോണത് പോലെ ജോലിക്ക് പോണതിനില്ലേ, അവരും വീഴുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇവിടുന്ന് ജോലിക്ക് പോകണവർ ഭയപ്പെട്ടല്ലേ പോകുന്നത്? അതെ അതെ, കാരണം ചെളി തെറിക്കുമെന്നുള്ള ഒരു ഭയത്താണ്. ചെളി കാലിൽ ചെളി അടിച്ചിട്ട് ട്യൂഷനൊക്കെ എടുക്കാൻ പോണ പിള്ളേരില്ലേ, അവർക്ക് പോകാൻ പറ്റത്തില്ല. ഇത്രയും സ്ഥലം മാത്രമായിട്ട് ഒന്ന് മണമ്പൂരിന്നോ ഒന്ന് കരവാരമൊന്നും പറഞ്ഞ് തിരിച്ചിട്ടില്ല. നടക്കില്ല. ആ കാഞ്ഞിൽ ആർച്ച് വരെയാണ് ഇപ്പൊ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്. അവര് ബാക്കി ചെയ്യാന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നണമെന്നില്ല. എനിക്ക് ഓർമ്മ വെച്ചാൽ ഞങ്ങളിവിടെ താമസിക്കാൻ വന്നിട്ട് ഇപ്പൊ 10-11 വർഷത്തിൽ കൂടുതൽ ഇവിടെ താഴെ വന്നിട്ട് ഇനി റോഡ് ഇങ്ങനെ നടക്കും. അപ്പം മഴക്കാലത്ത് ഇവിടെയുള്ള അനുഭവം എന്താണ്? അയ്യോ, ഭയങ്കര ദുരിതം. ഒരു മഴ പെയ്താൽ തന്നെ റോഡ് മുങ്ങിപ്പോകുന്ന രീതിയിലാണ്. കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളത്തില് മാലിന്യങ്ങൾ തുടങ്ങിയവ നിക്ഷേപിക്കുന്ന ആളുകളുമുണ്ട്. അത് സഹിക്കാൻ കഴിയാത്ത ആളുകളുടെ ഈ വരമ്പിലൂടെയാണ് പോകുന്നത്. ഈ വരമ്പിൽ പാമ്പ്, ഇഴജന്തുക്കൾ തുടങ്ങിയവ കിടക്കുന്നാലും അവർ ഭയപ്പെട്ടാണ് ഈ റോഡിൽ കൂടെ പോകുന്നത്. അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് നമ്മൾ ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ പഞ്ചായത്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.